എത്ര സഞ്ചരിച്ചായാലും എത്തിച്ചേരാൻ ഓരോ വിശ്വാസിയും കൊതിക്കുന്ന മക്ക. പ്രളയമഴയുടെ വേലിയേറ്റം പോലെ കഅബക്ക് ചുറ്റും നിറഞ്ഞും മെലിഞ്ഞും നിറവർണ്ണ ജാതി ദേശഭാഷകൾ മറന്ന് പ്രാർത്ഥനകളാൽ നിറഞ്ഞൊഴുകുന്ന മനുഷ്യർ. ഇടയ്ക്കിടെ പതുങ്ങിയെത്തുന്ന തണുത്ത കാറ്റാൽ വിശ്വാസികളെ അത്തറിന്റെ മണത്താൽ സ്വീകരിക്കുന്ന കഅബ. റമദാൻ ഇവിടെ വസന്തമാണ്. തൂവെള്ളപ്പൂക്കളെ കറുകറുത്ത മുത്തിനരികെ നിന്നും ദൈവത്തിലേക്ക് കറക്കിയെത്തിക്കുന്ന വസന്തകാലം. ഇസ്ലാമിന്റെ പുണ്യസ്ഥലമായ മക്ക മറ്റൊരു ലോകാത്ഭുതത്തിനു കൂടി സാക്ഷ്യം വഹിക്കുന്ന സമയമാണിത്. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ നാക്കിൽ ഈന്തപ്പഴത്തിന്റെ മധുരം നിറയ്ക്കുന്ന റമദാൻ. അതിലൂടെ സംസത്തിന്റെ നനവ് നിറച്ച് ദൈവത്തെ ഉള്ളിൽ പെരുകിത്തോന്നിപ്പിക്കുന്ന നോമ്പുതുറ. ലോകത്തിലെ ഏറ്റവും വലിയ നോമ്പുതുറ ഇവിടെയാണ്. വൈകുന്നേരം മുതൽ തന്നെ ഇഫ്താറിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. ഇത്തവണ കണക്കുകൂട്ടലെല്ലാം തെറ്റിയ തിരക്കാണ് ഹറമിലുള്ളത്. ആ മനുഷ്യപ്രളയത്തിനിടയിൽ നിന്നും സാബിത് സലീം പകർത്തിയ ഹറമിലെ ഇഫ്താറിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ആദ്യം. പ്രതിദിനം 10 ലക്ഷത്തിലേറെ പേർ നോമ്പ് തുറക്കാനായി മസ്ജിദുൽ ഹറമിലേക്ക് ഒഴുകിയെത്തുന്നു എന്നാണ് കണക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ ഇഫ്താർ സംഗമമാണ് മസ്ജിദുൽ ഹറാമിൽ ഓരോ ദിനവും നടക്കുന്നത്. വിപുലമായ സൗകര്യമാണ് നോമ്പ് തുറക്ക് ഇവിടെയുള്ളത്. സർക്കാർ ഏജൻസികളും സന്നദ്ധ സംഘങ്ങളുമാണ് ഇത്തരം വിഭവങ്ങൾ നൽകുന്നത്. ഓരോ ഏജൻസിക്കും ഹറമിന്റെ ഓരോ ഭാഗങ്ങൾ പ്രത്യേകമായി നിശ്ചയിച്ചു നൽകും. വൈകിട്ട് അസർ നമസ്കാരം അവസാനിക്കുന്നതോടെ ഈ ഭാഗങ്ങളിൽ ഓരോ ഏജൻസികളും ഒരുക്കങ്ങൾ ആരംഭിക്കും. ഇത്തവണ വിശ്വാസികളുടെ കണക്കെല്ലാം തെറ്റിയ തിരക്കാണ്. വിസ പ്രോസസ്സിംഗ് ഓപ്പൺ ആക്കിയോടുകൂടി ആളുകൾ ഉംറയ്ക്കും മറ്റുള്ള നോമ്പ് കാര്യങ്ങൾക്കൊക്കെ നോമ്പിനൊക്കെ ഫുള്ളാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അത്ര ക്രൗഡാണ് ഇപ്പോൾ ഹറമിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ പോലത്തെ ഞങ്ങളെ പോലത്തെ ഹറമിൽ എപ്പോഴും പോകാൻ പണ്ടൊക്കെ നല്ല ഈസി ആയിരുന്നു. ഇപ്പോൾ കാല് കുത്താൻ സ്ഥലമില്ലാത്ത ക്രൗഡാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം മസ്ജിദിന് അകത്തും മുറ്റങ്ങളിലും മുകൾ ഭാഗങ്ങളിലും വിരിപ്പ് അഥവാ സുപ്രകൾ വിരിച്ചു തുടങ്ങും. ഇതിനായി 10,000-ഓളം വളണ്ടിയർ സംഘങ്ങൾ ഒന്നിച്ചണിനിരക്കും. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വനിതകൾക്കായി പ്രത്യേകം വനിതാ വളണ്ടിയർമാരും ഇത്തവണ മക്കയിൽ സേവനത്തിലുണ്ട്. ലളിതമായ വിഭവങ്ങളാണ് നോമ്പ് തുറക്കായി ലഭിക്കുക. ഈന്തപ്പഴവും സംസവും ജ്യൂസും കേക്കും ബിസ്ക്കറ്റുമെല്ലാം ഇതിലുണ്ടാകും. വിഭവങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെ മെനു സർവീസ് ഏജൻസികൾക്ക് പ്രത്യേകം നൽകിയിട്ടുണ്ട്. ഇതിനായി ശീതീകരിച്ച വാഹനങ്ങളിൽ പ്രത്യേകം പാക്കറ്റ് ചെയ്താണ് ഹറമിൽ ഇവ എത്തിക്കുക. പിന്നെ ബാങ്ക് വിളിയോടെ ഹറം നോമ്പുതുറയുടെ തിരക്കിലമരും. 5:30 മണിക്ക് എല്ലാ സാധനവും റെഡിയായി. നോമ്പ് തുറക്കുമ്പോൾ എല്ലാ സാധനവും ഫുള്ളായി, എല്ലാവർക്കും റെഡി. ഭക്ഷണം നിറയെ കൊടുത്ത് ബാങ്ക് കൊടുക്കുന്നത് വരെ ഭക്ഷണ സാധനങ്ങൾ കൊടുത്തിട്ട് ഭക്ഷണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഈ ആർമിൻ്റെ മുന്നിൽ ഒരാൾക്കാർക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാലങ്ങളായി അള്ളാഹുവിന്റെ അതിഥികളെ റമദാനിൽ വിരുന്നോട്ടുന്ന സ്വദേശികളായ അറബികളും അവരുടെ പതിവ് തെറ്റിക്കുന്നില്ല. വീടുകളിൽ നിന്ന് കഹ്വയും സമൂസ പോലുള്ള ചെറിയ വിഭവങ്ങളും ഇവർ വിതരണം ചെയ്യാറുണ്ട്. എന്നാൽ പള്ളിക്കകത്ത് സംസവും ഈന്തപ്പഴവും മാത്രമേ അനുവദിക്കുകയുള്ളൂ. നോമ്പ് തുറക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ സുപ്രക്ക് ഇരുവശവും ആളുകൾ നിറയും. ബാങ്ക് കൊടുത്ത് 10 മിനിറ്റിനുള്ളിൽ തന്നെ നമസ്കാരങ്ങൾ നടക്കുന്ന ഇടങ്ങളെല്ലാം വൃത്തിയാക്കി നമസ്കാരത്തിനായി ഒരുങ്ങും. മഗ്‌രിബ് നമസ്കാര ശേഷം ടൺ കണക്കിന് വരുന്ന വേസ്റ്റും നിലവും ഞൊടിയിടയിൽ വൃത്തിയാക്കും. ലക്ഷക്കണക്കിന് വിശ്വാസികൾ തിങ്ങി നിറഞ്ഞ ഹറമിന്റെ ഓരോ കോണുകളും വൃത്തിയാക്കുന്നത് അത്ഭുത കാഴ്ചയാണ്. 10-15 മിനിറ്റ് കൊണ്ട് എല്ലാം സാധാരണ രീതിയിൽ പിന്നെ അതേ ക്ലീൻ ആക്കിയിട്ട് ഉഷാറായിട്ട് പഴയമായിരിക്കാൻ ആക്കും ഇവിടെ. അതാണ് ഇവിടുത്തെ ഒരു സംവിധാനം. ആ സംവിധാനം വേറെ ലോകത്തും എവിടെയില്ല. ഈ സംവിധാനം ഇവിടെ സൗദിയിൽ മക്കത്ത് മാത്രമേ ഉള്ളൂ. ഇതിനായി പ്രത്യേകം പരിശീലനം ലഭിച്ച ആയിരക്കണക്കിന് ഹറമിലെ ക്ലീനിംഗ് തൊഴിലാളികൾ ഉണ്ട്. പിന്നീട് രാത്രിയിൽ പാതിരാവോളം നീളുന്ന നമസ്കാരമാണ്. നിലത്ത് കാല് കുത്താനാകാത്ത വിധം തിരക്ക് ഇത്തവണയുണ്ട്. ഹറമിന്റെ പല ഭാഗങ്ങളിലും സൗകര്യം വർദ്ധിപ്പിക്കുകയും ചെയ്തു. പഴയതുപോലെയല്ല ഇപ്പോൾ മലിക് അബ്ദുള്ള എക്സ്റ്റൻഷൻ, നമ്മൾ 72ാമത്തെ ഡോറ് കഴിഞ്ഞിട്ട് മലിക് അബ്ദുള്ള എക്സ്റ്റൻഷൻ ഉണ്ട്. അതിൽ
വിപുലമായ നമസ്കരിക്കാൻ സൗകര്യങ്ങളും അതുപോലെ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട്. മറ്റുള്ള ഭാഗങ്ങളിലൊന്നും അതുപോലത്തെ ടോയ്ലറ്റ് സൗകര്യം ഇല്ല നിലയുണ്ട്, പക്ഷേ ഇതുപോലത്തെ സൗകര്യമില്ല. പിന്നെ സംസം കാര്യങ്ങൾക്കും ഒഴിഞ്ഞു പോയി നമസ്കരിക്കാൻ ഇബാദത്ത് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ് ഇപ്പോൾ മലിക് അബ്ദുള്ള എക്സ്റ്റൻഷന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ആളുകൾ ഈ കൺജസ്റ്റഡ് ഏരിയയിൽ നിന്ന് മാറിയിട്ട് പിന്നെ മലിക് അബ്ദുള്ള എക്സ്റ്റൻഷനിലേക്ക് പോരാൻ കുറേ ആളുകൾക്ക് അറിയാത്തവരുണ്ട്. അത് ഒന്ന് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും. മുൻ വർഷങ്ങളിൽ ഇല്ലാത്ത വിധം തിരക്ക് ഇത്തവണ കാണാം. റമദാൻ ആദ്യ 10 ദിനം പിന്നിടാനാകുന്നേയുള്ളൂ. ഇനിയുള്ള നാളുകളെക്കുറിച്ച് സൂചന കൂടിയുണ്ട് ഹറമിലെ തിരക്കിൽ. വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ. അതിറങ്ങിയതായി കരുതുന്ന അവസാന 10 ദിനങ്ങളിലെ ഒറ്റപ്പെട്ട രാവുകളിൽ ഹറമിൽ പ്രാർത്ഥനയ്ക്കായി എത്തുക ലക്ഷക്കണക്കിന് വിശ്വാസികളാണ്.